നമസ്കാരം, ഞാൻ അൻഹ ഫാത്തിമയാണ്. സെൻറ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പട്ടാമ്പിയിൽ 7C പഠിക്കുന്നു. കൊച്ചേട്ടൻ്റെ കത്തിലോട്ട് ഏവർക്കും സ്വാഗതം. വെൽസിനോ പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദയും തമ്മിലുള്ള ആശയ പോരാട്ടം ആദ്യം തുടക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലടിച്ച് തെറിപ്പിക്കുന്നത് പോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടന്നുകൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്നു കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ളൂ തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസോ എവോറോ ഡയാസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞുമുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വോസിനോ എന്ന ഓമനപ്പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദ രാജ്യത്തിലെ സാവോ വീസൻ്റെ ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച വെൽസിനോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞുമുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വെൽസിനോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പിടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലനങ്ങൾ പരിഹസിച്ച് ഇറക്കിവിട്ട വെൽസിനോയാണിത്. കാൽപന്തുകളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുതുടുത്തുപോയപ്പോൾ ഉപജീവനത്തിന് ബസ് ഡ്രൈവറും ഇലക്ട്രീഷ്യനും കൂലിപ്പണിയുമെടുത്ത് വെൽസിനോയാണിത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ തന്നെ 6'3" അടി ഉയരം നേടിയ അങ്കോളം, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച് 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വെൽസിനോയാണിത്. പ്രിയ കൂട്ടുകാരെ, വെൽസിനോ എന്ന കാൽപന്തു കളിക്കാരനെ തൻ്റെ കൈകൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെടെയുള്ള ലോകതാരങ്ങൾ ചാട്ടുപന്തു കളികളായിരുന്നോ? അല്ലയല്ല. കളിക്കളത്തിൽ അയാൾ സാഗുതം, നശ്രദ്ധം, ഗോൾ മുഖത്ത് മിഴിപ്പൂട്ടുന്നതിന് നാനാവശങ്ങളിൽ നിന്ന് പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരം പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തെറ്റിത്തെറിപ്പിച്ചു. പൊക്കുക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ചു കുഞ്ഞുമുത്തശ്ശി എന്ന പരിഹാസപ്പേരും കൊണ്ട് അയാൾ തൻ്റെ ജീവിതം മധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനും അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ അപേക്ഷകൾ അയാൾ തൻ്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തിനു നിന്ന് ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചറിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറികളിൽ ഇരുന്ന് കമൻ്റ് അടിക്കുന്നവർ മെയ്യനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. നന്ദി.